നമസ്കാരം സുഹൃത്തുക്കളെ. CPM-ൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന താത്വിക ആചാര്യന്മാരിൽ ഒരാളാണ് പി രാജീവ്. മറ്റൊരാളെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല, MV ഗോവിന്ദനാണ്. എന്നാൽ പി രാജീവ് എന്ന വ്യക്തിയെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയ ട്രോളന്മാരൊക്കെയാണ് അദ്ദേഹത്തെ എയറിൽ കയറ്റിക്കൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം പറയുന്ന ചില താത്വിക അവലോകനങ്ങൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ആ തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരിക്കൽ കൂടി പറയാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ രാജീവ് പോലും പെട്ടുപോകും. ആ രാജീവിന് ഇതുവരെ ട്രോളന്മാരെ കൊണ്ടുള്ള ഉപദ്രവമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്നേനെ. നിയമസഭയിൽ ഭരണപക്ഷത്തെ ഒരു അംഗം തന്നെ ഈ പി രാജീവ് എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിനവ താത്വിക ആചാര്യനെ വറുത്ത് കോരിയെടുക്കുന്ന കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ അംഗം ആരാണെങ്കിലും അദ്ദേഹത്തെ സമ്മതിക്കണം. കാരണം ട്രോളാൻ വേണ്ടിയെങ്കിലും ഇത് പഠിച്ചു വെച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്താണെന്നല്ലേ കണ്ടു നോക്ക്. പി രാജീവിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാം. സാർ, ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും, പക്ഷെ എഴുതാനിരിക്കുന്ന പിള്ളേരെന്ത് ചെയ്യാനും സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ? ഒരു കാലത്ത് പാർലമെന്റിന്റെ മികച്ച അംഗം എന്ന നിലയിൽ സമ്മാനവും അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഈ പി രാജീവ് എന്ന് ഓർക്കണം. മികച്ച പാർലമെന്റേറിയൻ. അന്ന് അരുൺ ജെയ്റ്റ്ലിയൊക്കെയാണ് അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് BJP-യുടെ MP-മാരടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് തോളിൽ തട്ടി വിട്ട മുതലാണ്. അങ്ങനെ വലിയ രീതിയിൽ വലിയ എന്തോ ആണ് എന്ന സംഭവത്തിലാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. ഇവിടേക്ക് വന്ന് ദേശാഭിമാനിയുടെ തലപ്പത്തേക്ക് പോകുന്നു. ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ അദ്ദേഹം വെറും നീർക്കുമിളയാണ് എന്ന് മലയാളിക്ക് മനസ്സിലാവുന്നു. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു ട്രോൾ മെറ്റീരിയലാണ്. അവരുടെ താത്വിക ആചാര്യന്മാരിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഇത്തവണ കളമശ്ശേരി എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സ്ഥലത്ത് 8 നിലയിൽ പൊട്ടി. അതും കോൺഗ്രസിനോടോ BJP-യോടോ അല്ല, മുസ്ലിം ലീഗിനോട്. തോറ്റിട്ടും ഇതുവരെ ഞാൻ തോറ്റു എന്ന് സമ്മതിക്കാതെ ഇതുപോലുള്ള താത്വിക അവലോകനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നിയമസഭയിൽ ഇന്ന് വലിച്ചു കീറിയത്. സത്യത്തിൽ പിണറായി വിജയൻ്റെ അടുത്ത 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രകടനം അതിദയനീയമായിരിക്കും. കാരണം അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ എത്ര പേര്, എണ്ണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിനെ കഴിഞ്ഞ 10 വർഷവും നിയമസഭയിൽ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന എത്ര പേർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന് ഒന്ന് നോക്കുക. സ്വരാജില്ല, MP രാജേഷ് ഇല്ല, വീണ ജോർജില്ല, ശൈലജയില്ല, അങ്ങനെ എത്ര പേർ, ഈ P ജയരാജനോ P ജയരാജനോ MV ജയരാജനോ ഇവരാരുമില്ല. ആരൊക്കെയോ ജയിച്ചു വന്നിട്ടുണ്ട്, വലിയ പരിചയവും അല്ലെങ്കിൽ നിയമസഭയിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പോലും അറിയാതെ ഒച്ച വെക്കാൻ മാത്രം അറിയാവുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 5 വർഷം വളരെ പരിതാപകരമായിരിക്കും. കുറഞ്ഞ പക്ഷം പി രാജീവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സമയം കളയാൻ വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ പഴുതിലൂടെ പിണറായിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതും പറ്റില്ല.